ഇന്ന് ഇന്നലെ നമ്മുടെ ലസിത പാലക്കൽ അമ്മച്ചി ചെയ്തൊരു വീഡിയോ കാണാനുണ്ട്. ആകെ 45 സെക്കൻഡ് വീഡിയോ ഉള്ളൂ. 45 സെക്കൻഡ് വീഡിയോയിനിടയിൽ എത്രമാത്രം വർഗീയതാണ് ഈ പെണ്ണുമ്പിള്ള തുപ്പിയതെന്ന് ഈ പെണ്ണുമ്പിള്ളക്ക് തന്നെ ബോധമില്ല. ഇവൾ ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് വരുന്നത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ കുറിച്ചാണ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കൊടുത്ത തപ്പാട് മുസ്ലിംസിനാണ്, ഒരൊറ്റ സംഖ്യക്ക് പോലും കൊടുത്തില്ല എന്ന് പറഞ്ഞ് ധീരരോധനം ഇതേപോലെയുള്ള സംഘിണി അമ്മച്ചിയൊക്കെ ഫേസ്ബുക്കിൽ അപ്പിയിട്ട് തീർക്കുകയാണ്. എന്തായാലും നമുക്ക് ലസിത പാലക്കൽ അമ്മച്ചി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ മറുപടി കൊടുക്കാനുണ്ട്. കണ്ടു തുടങ്ങാം. അപ്പൊ ഇന്നത്തെ അവാർഡിനെ പറ്റിയിട്ട് എനിക്ക് ചെറിയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിങ്ങളോട്. ലസിത പാലക്കൽ അമ്മച്ചി ചെറിയ കാര്യം സംസാരിച്ചു കഴിഞ്ഞാലും വലിയ കാര്യം സംസാരിച്ചു കഴിഞ്ഞാലും അതിൽ വർഗീയത നിർബന്ധമാണ് അല്ലേ അമ്മച്ചി? മികച്ച നടി ഷംല ഹസ. മികച്ച നടി ഷംല ഹസ, അത് മുസ്ലിം നാമധാരിയാണ് അല്ലേ അമ്മച്ചി? അതുകൊണ്ടല്ലേ അമ്മച്ചിക്ക് ഗുരുപെട്ടുന്നത്. മികച്ച നടൻ മമ്മൂട്ടി. മമ്മൂട്ടി മുസ്ലിമാണ്. ബാക്കി പറ. പ്രത്യേക ജൂലി പരാമർശം ആസിഫ് അലി. ഇതൊക്കെ കേൾക്കുന്ന സംഖ്യകളുടെ മനോനില എങ്ങനെയായിരിക്കും എന്നറിയോ? ഈശ്വരാ, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മൊത്തം ജിഹാദികൾക്ക് കൊടുത്തല്ലോ എന്നായിരിക്കും ഇവിടെയുള്ള ചാണക സംഖ്യകളുടെ മനോനില ഉണ്ടാവാൻ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പറഞ്ഞ പേരുള്ള ആളുകളൊക്കെ മികച്ച നടന്മാരും നടിമാരും തന്നെയാണ്, അല്ലാതെ മുസ്ലിമാണ്. അവർക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടാൻ പാടില്ല എന്ന് ഇതേപോലെയുള്ള ചാണക സംഘിണിമാരൊക്കെ തുപ്പുമ്പോൾ ഇവിടെയുള്ള മതേതരവാദികളായിട്ടുള്ള ആളുകളൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ചാണക സംഖ്യകളുണ്ട്, അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ പച്ചക്ക് വർഗീയത തുപ്പിക്കൊണ്ട് നിൽക്കുന്നത്. കുറച്ചുകൂടി പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോക്ക്. മികച്ച സ്വഭാവ നടൻ ആരാണെന്ന് അറിയാലോ, സ്വാബിൻ. അതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവളുടെയൊക്കെ മനസ്സിൽ എത്രമാത്രം വർഗീയ വിഷമുണ്ടാവുമെന്ന്. ഒരു വ്യക്തിക്ക് അവാർഡ് കിട്ടുമ്പോൾ, അതായത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്ന് പറഞ്ഞിങ്ങനെ ചില്ലറ സംഭവമല്ല, അത് കിട്ടുമ്പോൾ ആ മനുഷ്യന്റെ പേര് നോക്കി അവന്റെ മതം നോക്കി പറയുന്ന ഇതേപോലെയുള്ള ചാണക സംഘിണികളൊക്കെ വർഗീയത തുപ്പാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെയൊക്കെ നോക്കി കാണുന്നത്. ഒരു മനുഷ്യൻ അഭിനയിച്ചിട്ട് കിട്ടുന്ന അവാർഡാണോ എന്ന് പോലും ചിന്തിക്കുന്നില്ല. ആ മനുഷ്യന്റെ പേര് മുസ്ലിമാണോ, വർഗീയത തുപ്പിയേ പറ്റും അല്ലേ അമ്മച്ചിനെ പോലെയുള്ള ചാണക സംഘിണികളൊക്കെയാണ് കേരളത്തിന്റെ ശാപം. മികച്ച ഛായാഗ്രഹണം ഷൈജു ഖാലിദ്. ഇവരെ ആർക്കെങ്കിലും അറിയാവൂ? അതെന്താ അറിയാതെ? ഷൈജു ഖാലിദിനൊന്നും നിന്നെ പോലെയുള്ള ചാണക സംഘിണികൾക്ക് അറിയാൻ സാധ്യതയില്ല. കാരണം നീയൊന്നും ഇതേപോലെയുള്ള ആളുകളുടെ സിനിമയൊന്നും കാണില്ലല്ലോ. മുസ്ലിമാണോ? അവന്റെ സിനിമയ്ക്ക് തന്നെ പോകണ്ടെന്ന് വിചാരിക്കുന്ന ഒരു മനോനിലുള്ള ചാണക സംഘിണിച്ചല്ലേ നീ? അപ്പൊ നിനക്ക് ഇതേപോലെയുള്ള ഷൈജു ഖാലിദിനെ പോലുള്ള ആളുകളൊന്നും അറിയാൻ സാധ്യതയില്ല. മികച്ച നവാഗത സംവിധായകൻ ആരാണ്? ഫാസിൽ മുഹമ്മദ്. ഇവളിങ്ങനെയൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാം? മുസ്ലിം നാമധാരികൾക്ക് മാത്രം അവാർഡ് കിട്ടിയത് ഇങ്ങനെ എടുത്തു പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാം? അവർക്ക് അവാർഡ് കൊടുക്കേണ്ടത് ഞങ്ങളുടെ ചാണക സംഖ്യകൾക്കാണെന്നുള്ള ഒരു മനോനില കൊണ്ടാണ് നമ്മുടെ ചാണക സംഘിണി അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരുന്നത്. ലസിത പാലക്കൽ അമ്മച്ചി ഒരു കാര്യം മറന്നുപോയി, ഇത് കേരളമാണ്, മതേതരവാദികൾ കൂടുതലായിട്ട് താമസിക്കുന്ന സ്ഥലമാണ് കേരളം. അവിടുന്ന് ഇതേപോലെയുള്ള വർഗീയപരമായിട്ടുള്ള പ്രസ്താവനയൊക്കെ ഇറക്കിക്കഴിഞ്ഞാൽ നിന്റെ ഒക്കെ തലച്ചോറ്റിനകത്ത് ചാണകമുണ്ട് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ഒരു സംഭവത്തിൽ സംശയം ഇവിടെയുള്ള ആർക്കും ഉണ്ടാവില്ല. കാരണം ഈ ഒരു പച്ച സംഘിണിയാണ്, പച്ച വർഗീയത തുപ്പുന്ന ഒരു ചാണക സംഘിണി. അതുകൊണ്ട് തന്നെ നിന്റെ വായിൽ നിന്ന് മുസ്ലിംസിന് മാത്രം അവാർഡ് കൊടുത്തു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ. ഇപ്രാവശ്യം മൊത്തം മാറങ്ങി തൂക്കി വെച്ചു. വെറുതെ അല്ല ലസിത പാലക്കൽ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ വിഷം എന്ന് പറയുന്ന 2ാം സ്ഥാനത്ത് വന്നത്. 1ാം സ്ഥാനം നമ്മുടെ ശശികല ടീച്ചറിനാണ്, 2ാമത്തെ ആള് നമ്മുടെ ലസിത പാലക്കൽ അമ്മച്ചിയാണ്. വെറുതെ അല്ല സ്ഥാനം ലസിത പാലക്കൽ അമ്മച്ചിക്ക് കിട്ടിയത്. കാരണം ഒരാളെ കഴിവിന്റെ പരമാവധി അഭിനയിച്ചിട്ടാണ് ഒരു സംസ്ഥാന ചലച്ചിത്ര അവാർഡൊക്കെ കിട്ടുന്നത്. അതിൽ പോലും മതം കുത്തിക്കയറ്റാൻ നോക്കുന്ന ഇതേപോലെയുള്ള ചാണക സംഘിണികളൊക്കെ ചാണക വർഗീയത ഇങ്ങനെ തുപ്പിക്കൊണ്ട് നിൽക്കും. അതിലൊന്നും നമ്മൾ മലയാളികൾ വീണു പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. വീണു പോലത്തെ മക്കളെ തമാശ പറയുന്നില്ല, ഇവളെ പോലെയൊക്കെ ആയിട്ട് ജീവിക്കുന്നതിലും നല്ല ഒരുമുയം കയറിൽ ജീവിതം അവസാനിപ്പിച്ച് കളയുന്നതാണ് അല്ലേ? എത്രമാത്രം വർഗീയതാണ് ഇവള് ഈ ചെറിയ സമയം കൊണ്ട് തുപ്പിയത്. ഇതാണല്ലേ പറഞ്ഞത്, പരാതിയില്ലാത്ത അവാർഡാണ് ഇപ്രാവശ്യം നടക്കുന്നത് എന്നുള്ളത്. ആർക്കാണ് ഈ പ്രാവശ്യത്തെ ചലച്ചിത്ര അവാർഡ് കൊടുത്തതിൽ പരാതിയുള്ളത്? നിന്നെ പോലുള്ള വർഗീയവാദികൾക്കല്ലേ? അല്ലാതെ ചിന്തിക്കാൻ കുറച്ചെങ്കിലും ഗഡ്സുള്ള ആളുകളൊന്നും പരാതിപ്പെടില്ല. അവരുടെ മതം നോക്കിയിട്ടാണ് ഇവളൊക്കെ പരാതി പറയാൻ നിൽക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ എങ്ങനെയാണ് കേരളത്തിൽ വന്ന് ജനിച്ച് വീണത്? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ യുപിയിലും ബീഹാറിലൊക്കെ, അതായത് പട്ടിണി കൊണ്ട് നരയിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ജീവിക്കേണ്ട ആളാണ്. അവിടെയാണ് ഇതേപോലത്തെ വർഗീയവാദികളൊക്കെ കാണാൻ പറ്റുക. എമ്മാതിരി പച്ചക്കങ്ങ് പറഞ്ഞേക്കല്ലേ. മാമനോടൊന്നും തോന്നല്ല മക്കളെ. ആര് മാമനോ? നീ മാമിയാണ്, സംഖ്യകളുടെ മാമാപ്പണി ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു മാമി. മാമനോടൊന്നും തോന്നല്ലേ എന്നാ? നീ മാമിയാണ്, അത് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം പറയാനാണ് വന്നത്. ഇത്രമാത്രം വളച്ചൊടിച്ചത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. മുസ്ലിം നാമധാരികൾക്ക് കൂടുതലായിട്ട് അവാർഡ് കൊടുത്തു ഇപ്രാവശ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. അത് പറയാനായിട്ടാണ് മെയിനായിട്ട് വന്നത്. ഇപ്പൊ മോളെ പറയിപ്പിക്കണ്ട അതിനെ എടുക്കുക. ഇതേപോലത്തെ ആളുകളെ എനിക്ക് കണ്ടെടുത്താ. അതിന് കാരണം വേറൊന്നല്ലേ, ഇവരൊക്കെ തുപ്പുന്ന വർഗീയതാണ്, പച്ച വർഗീയത. അതായത് വായിക്കൂടി തീട്ടം തുപ്പുന്നത് പോലെയാണ് വർഗീയത തുപ്പുന്നത്. എന്നിട്ട് ഇവളെ പോലെയുള്ള തീട്ടങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ചാണകങ്ങളുണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് ചിരി വരുന്നത്. അപ്പൊ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നാളെ മറ്റന്നാളെ കാണാം. ബൈ.